ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബേഡ്സിനെയൊക്കെ വളർത്തുമ്പോൾ വൃത്തി അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം നമ്മൾ ഇതുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ അതിന് വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്തി ഓക്കെ ആയിരിക്കുകയുള്ളൂ. കാരണം ബേഡ്സിന് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പല അസുഖങ്ങളും നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബേഡ്സിനെ വൃത്തിയായിട്ട് വയ്ക്കുക എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു ബാത്ത് ഐറ്റമാണ് ഒരു ഷാമ്പു. പ്രധാനമായും റോസ് ലെമൺ ഫ്ലേവറുകളിൽ വരുന്ന ഈ ഷാമ്പു ഒരു ഡ്രൈ ബാത്താണ്. അതിനാൽ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ച് ബേഡ്സിനെ കുളിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു ഷാമ്പു നമ്മൾ അതിനെ അടിച്ചു കൊടുത്തിട്ട് അതിനെ കുളിപ്പിക്കാൻ ശീലിപ്പിക്കുക. വെള്ളം വെച്ച് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുളിച്ചോളും. അപ്പോൾ നമ്മൾ ഇത് അടിച്ചു കൊടുത്താൽ നമുക്ക് പിന്നെ സോപ്പോ ഒന്നും നമ്മൾ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അണുക്കളൊക്കെ നശിച്ചു പോകും. അതിൻ്റെ തൂവലിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകാൻ കൂടി പറ്റിയ ഒരു സാധനമാണ്. കിളികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കാം. ബേഡ്സ് വളർത്തുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങി വെച്ചിരുന്നാൽ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഷാമ്പു ഉപയോഗിച്ചാണ് കുളിപ്പിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഈ ഷാമ്പു നന്നായിട്ട് സ്പ്രേ ചെയ്ത് വിടുക. അതിനുശേഷം 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമ്മൾ തന്നെ അതിനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അതും നമ്മൾ എപ്പോഴും കാലാവസ്ഥ ശ്രദ്ധിക്കുക. തണുപ്പ് സമയത്തൊന്നും കുളിപ്പിക്കാൻ നിൽക്കരുത്. ചൂട് സമയത്ത് മാത്രമേ കുളിപ്പിക്കാവൂ. കുറച്ച് മെച്ചേർഡ് ആകുമ്പോൾ അത് തന്നെ സ്വന്തമായിട്ട് കുളിക്കാൻ തുടങ്ങും. അങ്ങനെ അത് സ്വന്തമായിട്ട് കുളിച്ച് തൂവലൊക്കെ അത് നനച്ച് നല്ല രീതിയിൽ കുളിക്കാൻ അത് പഠിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ കുളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കിളികൾ സ്വന്തമായിട്ട് അത് ആസ്വദിച്ച് തന്നെ കുളി എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ കുളിക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും. അത് സ്വന്തമായിട്ട് കുളിക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കുളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ കുളിപ്പിച്ച് നനയുകയാണെങ്കിൽ നമ്മളത് ഒന്ന് തോർത്തി കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതൽ വെള്ളമേറ്റതിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തോർത്തി കൊടുത്താൽ നന്നായിരിക്കും. അതിനുശേഷം അതിന് ഡ്രൈ ആവാനുള്ള അവസരം പറ്റുമെങ്കിൽ വെയിൽ ഉള്ള ഏരിയയിൽ കൂട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്താൽ നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഹെയർ ഡ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന മെഷീനോ മറ്റോ ഉണ്ടെങ്കിലും അതെടുത്തടിച്ചും നമുക്കതിനെ ഡ്രൈ ആക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറച്ച് സമയമെടുക്കുമെങ്കിലും അത് തന്നെ സ്വന്തമായിട്ട് ചിറകടിച്ചും തൂവൽ വിടർത്തിയുമൊക്കെ അത് സ്വന്തമായിട്ട് അത് ഉണക്കാനുള്ള വഴികൾ ചെയ്യുന്നതായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അതിനറിയാവുന്ന ഒരു പ്രക്രിയയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.